കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് വോട്ടർ സൗഹൃദമാക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി പേരുകൾ നീക്കുന്നത് ഒഴിവാക്കും. അന്തിമ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിന് പരമാവധി അവസരം വോട്ടർമാർക്ക് നൽകാനും നീക്കമുണ്ട്. അർജുൻ പീതാംബരനായിരിക്കും ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകുക. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അത് വലിയ തോതിലൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. അത്രത്തോളം ഗുരുതരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ഇതിപ്പോൾ ഏത് വിധത്തിലാണ് വോട്ടർ സൗഹൃദമാക്കാനുള്ള നീക്കങ്ങൾ നടപ്പിലാക്കുന്നത്? അങ്ങനെയാകുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരിക? ഈ ആശയക്കുഴപ്പങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ വോട്ടർ സൗഹൃദമാക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളിലേക്ക്, പദ്ധതികളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ബീഹാറിൽ ഉയർന്നു വന്ന പരാതികൾ, ആരോപണങ്ങളൊന്നും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനൊരു നീക്കത്തിന് ഇപ്പോൾ മുതിരുന്നത് എന്നുള്ള കാര്യം വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ബീഹാറിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ, അതായത് ഈ രേഖകളെ സംബന്ധിച്ച്, തിരിച്ചറിയൽ രേഖകളെ സംബന്ധിച്ചാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിൽ ആളുകളെ നീക്കം ചെയ്ത്, അതായത് മരണപ്പെട്ടവരെയും അതുപോലെ തന്നെ ഈ രേഖകൾ, വേണ്ട വിധമുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരെയും എല്ലാം തന്നെ നീക്കം ചെയ്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അത് രണ്ടാമത്തേതാണ്. മൂന്നാമത്തേത് ഈ സമയക്രമം, അതായത് ഒരു ഡെഡ് ലൈൻ എന്നുള്ള കാര്യം സംബന്ധിച്ച് വോട്ടർമാർക്ക് കൃത്യമായി ഈ രേഖകൾ സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ നൽകാൻ കൃത്യമായിട്ടുള്ള സമയം നൽകുക. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും വോട്ടർ സൗഹൃദമാക്കി കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനം, ഈ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്നും പരമാവധി ആളുകളെ ഒഴിവാക്കുന്നതിന് പകരം, അതായത് ഈ രേഖകളെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യാൻ, സമർപ്പിക്കാൻ കഴിയാത്തവരെ ഒഴിവാക്കുന്നതിന് പകരം മുൻപത്തെ വോട്ടർ പട്ടികയിൽ നിന്നും പരമാവധി ആളുകളെ അതുപോലെ തന്നെ പുതിയ തീവ്ര പരിഷ്കരണത്തിലും നിലനിർത്തിക്കൊണ്ട് തന്നെ ആളുകളെ വെട്ടിക്കുറക്കുന്നത്, അതായത് ചേർക്കുന്നതിന് കൂടുതൽ പരിഗണനയും അതുപോലെ തന്നെ ആളുകളെ പുറത്താക്കുന്നത് പരമാവധി കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുക. ഇത് കേരളം, അതുപോലെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടുണ്ട്. ഇതിൻ്റെ പുതിയ രീതി, അതിനെ സംബന്ധിച്ചെല്ലാം തന്നെ വിജ്ഞാപനമൊക്കെ ദീപാവലി കഴിഞ്ഞാൽ പുറത്തിറക്കുമെന്നുള്ള കാര്യം തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ആ രീതിയിൽ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. രാജ്യമെമ്പാടും അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കി അതൊക്കെ പരിഹരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വോട്ടർ സൗഹൃദമാക്കാൻ പോകുന്നത്.